നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ എടക്കര എന്ന പറഞ്ഞ സ്ഥലത്ത് വളരെ പുരാതനമായ കാലത്ത് ഒരു കാലിച്ചന്ത ഉണ്ട്. ആ ചന്തയെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇത് മലപ്പുറം ജില്ലയിൽ വഴിക്കടവ് എന്ന സ്ഥലത്ത് എടക്കര എന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ വഴിക്കടവിൽ നിന്നും നമ്മുടെ മഞ്ചേരി റൂട്ടിലാണ് ഈ എടക്കര എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കാക്ക, ഈ ചന്ത എത്ര വർഷമായി ഇവിടെ ഉണ്ടായിട്ട്? 65 കൊല്ലമായി. 65 കൊല്ലമായി. അപ്പോൾ ഇത് ആഴ്ചയിൽ ഏത് ദിവസത്തിലാണ് ഈ ചന്ത ഇവിടെ ഉള്ളത്? ശനിയാഴ്ച. എല്ലാവിധ കന്നുകളും ഇവിടെ കിട്ടൂലേ? എല്ലാ കന്നാളും കിട്ടും. കൂടുതൽ കുട്ടികളുണ്ടാവും. വലിയ അറിവിന്റെ കന്നാള്, മുടിയളിച്ചല്, പിന്നെ അതേമാതിരി കല്യാണത്തിന് കുടിയിരിക്കലിനൊക്കെ പറ്റിയ കന്നാള്, പിന്നെ ഈ അറിവാർക്ക് പറ്റിയ കന്നാള്, വേറെ എല്ലാ കന്നാളും. ഇത് ഏത് സംസ്ഥാനത്താണ് കൂടുതൽ വരുന്നത്? ഇത് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, പിന്നെ ഇങ്ങനെ ഈ സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാളപൂട്ടും കന്നുകൂട്ടുള്ള കന്നുകളൊക്കെ ഉണ്ടാവില്ല ഇവിടെ? കാളപൂട്ടിന് പറ്റിയ എല്ലാ കാളകുട്ടികളും ഉണ്ടായിരുന്നു. ശരിയാ. അപ്പോൾ ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവില്ലേ ഇവിടെ? ശനിയാഴ്ച അല്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വിറ്റിന്റെ ബാക്കി ഇവിടെ കിട്ടും. ഇടയിലാരിലൊക്കെ വന്നാൽ കൊടുക്കും. അങ്ങനെ. അപ്പോൾ 65-70 വർഷം പഴക്കണ്ടല്ലേ ഇതിന്? 65-70 വർഷം. ശരി. അപ്പോൾ ഇതിന്റെ മുമ്പ് ആദ്യം എന്തായിരുന്നു അവിടെ? ഇവിടെ മരപ്പേട്ടയായിരുന്നു. ഇത് പഞ്ചായത്തിന് സ്ഥലമാണോ? ഇത് പഞ്ചായത്തിന് ഒരാൾ കൊടുത്തതാണ്. അങ്ങനെ ഇത് ചന്തക്ക് പഞ്ചായത്ത് കൊടുത്താണ്. അപ്പോൾ ദൂരെ നിൽക്കുന്ന ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരും. വയനാട്ടിൽ നിന്ന് വരും, ബത്തേരി, അതേമാതിരിക്ക് കോഴിക്കോട്, കൊണ്ടോട്ടി, പിന്നെ കോട്ടക്കൽ, തിരൂര്, ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. മലപ്പുറം ജില്ല ആദ്യത്തെ ചന്തയാണ് അല്ലത്? ആദ്യത്തെ ചന്ത. ശരി. അപ്പോൾ നിങ്ങളെ സമീപിച്ച കന്നും ഇതൊക്കെ കിട്ടൂലേ? എല്ലാ കന്നുകളും ഇവിടെ വന്നാൽ കിട്ടും. നിങ്ങൾക്ക് മറ്റേ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? നമ്മൾ ഈ ചന്തൻ്റെ ചാണകം ഇതൊക്കെ ലേലം ചെയ്തിട്ടിങ്ങനെ നമ്മളാണ്. ചാണകം ആണെങ്കിൽ അതും കിട്ടും. ഇതെങ്ങനെ ചാണകം തപ്പിന് എന്താ? ചപ്പിന് 40 രൂപ. ശരിയാ. ചപ്പിന്. അപ്പോൾ നിങ്ങളെ സമീപിച്ചാൽ മതിയല്ലേ? നമ്മുടെ എടക്കര ചന്തയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് എല്ലാ ശനിയാഴ്ചയും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നതാണ്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടേക്കുള്ള കന്നുകൾ വരുന്നത്. നമ്മുടെ മാംസത്തിനും അതുപോലെ തന്നെ വളർത്തുകോളിനും ഇവിടെ നിന്ന് ധാരാളം ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ നമ്പർ 1 ചന്തയാണ് ഈ എടക്കര ചന്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ആന്ധ്ര കന്നുകളാണ്. അതുകൊണ്ട് തന്നെ ആന്ധ്ര കന്നുകൾ വളരെ ആരോഗ്യവാൻ ആയ കന്നുകളാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ നമ്പർ 1 ഏറ്റവും പുരാതനമായ ചന്തകളാണ്. അതിനുശേഷം പല ഭാഗത്തും ചെറിയ ചന്തകൾ വന്നു. ആ ചന്തകൾ വന്ന കാരണത്താൽ തന്നെ മെയിൻ ചന്തകൾക്ക് ഇടിവുകൾ സംഭവിച്ചു. ഈ കാണുന്ന റോഡ് നമ്മുടെ വഴിക്കടവിൽ നിന്നും എടവണ്ണ, അരീക്കോട്, കോഴിക്കോട് റോഡിലേക്കുള്ള, മഞ്ചേരി റോഡിലേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത്. വഴിക്കടവിൽ നിന്നും വരുന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മഞ്ചേരി, അതുപോലെ ഒതായി, കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. അതുകൊണ്ട് പഴമയുടെ പ്രൗഢി പോലെ ഈ എടക്കര ചന്ത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് കന്ന് വേണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, വളർത്താനും അതുപോലെ തന്നെ മാംസത്തിനും വേണ്ടിയുള്ള കന്നുകൾ ആവശ്യമുള്ള ആളുകൾ ശനിയാഴ്ച ഈ എടക്കര ചന്തയിലേക്ക് വന്നാൽ മതി. ഓക്കെ.